വിനീതുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി ഈ വേദിയിലെത്തിയതോ വിനീതിനെ കാണാൻ പോകുന്നതോ ഞങ്ങൾ വിനീതിനോട് പറഞ്ഞിട്ടില്ല. വിനീതിനുള്ള ഒരു സർപ്രൈസ് ഗസ്റ്റാണ്. നിങ്ങളെല്ലാ അനുവാദത്തോടു കൂടി നമ്മുടെ ആ ബഹുമാന്യായ അതിഥിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച കുമാരി മോനിഷ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. മോനിഷയുടെ അമ്മയാണ് ശ്രീമതി ശ്രീദേവി ഉണ്ണി വിനീതിനോടൊപ്പം ഈ വേദി പങ്കിടാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് വിനീതിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ബാംഗ്ലൂരിൽ വന്നതാണല്ലേ? വിനീതിൻ്റെ പരിപാടി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനും കൂടിയാണ്, അതുകൊണ്ടാണ് വന്നത്. നക്ഷത്രങ്ങളിൽ അഭിനയിക്കുന്ന ആ ലൊക്കേഷനിൽ വെച്ചാണ് വിനീതിനെ ആദ്യം കാണുന്നത്? അതെ അതെ, വിനീതിനെ ആദ്യം കാണുന്നതൊരു നല്ല ഒരു എപ്പോഴും ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ വളരെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു രംഗമാണ്. കാരണം ഒരു കൊച്ചു പയ്യൻ ഒരു വെള്ള ഇതേമാതിരി തന്നെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൊർണൂർ ചെറുതുരുത്തി TV ഉണ്ട്, അവിടെയാണ് ഇവർക്ക് ഷൂട്ടിങ്ങിനുള്ള അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മനുഷ്യയുടെ അച്ഛനും കാർ ഓടിച്ചിട്ട് വരിക, മനുഷ്യ ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന ഒരു സ്ലാൻഡിങ് ഇങ്ങനെ കയറുന്ന സമയത്ത് അവിടെ ലോണിൻ്റെ അടുത്തുള്ള ഒരു പാരപ്പറ്റ് വോളുണ്ട്, അതിന് മുകളിൽ ഇങ്ങനെ ഇരുന്ന് എനിക്കിപ്പോഴും വിനീതിൻ്റെ നോട്ടം നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനെ എത്തി നോക്കണോ, അത്രയും കൊച്ചു. അപ്പോൾ മനുഷ്യ വെച്ച് ഇതാണോ ഹീറോ? ഇതായിരുന്നു, വളരെ രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് അതെ മോനിഷാണ് ക്ലാപ്പ്. നക്ഷത്രങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് എംടി സാർ ആയിരുന്നു സ്വിച്ച് ഓൺ. മോനിഷ ഗേവ് ദ ഫസ്റ്റ് ക്ലാപ്പ് ആൻഡ് ഞാനായിരുന്നു ആ ഷോട്ട്. ഒരു മതിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത്, ഒരു മതിലിൽ വന്ന് ഇത്ര മുഖം മാത്രമേ എത്തി നോക്കാം. അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു. പിന്നെ നക്ഷത്രങ്ങളുടെ ത്രൂ ഔട്ട് വളരെ രസകരങ്ങളായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അവരുടെ ഉണ്ണിയങ്കിളിന്റെ വീട് ഷൊർണൂറായിരുന്നു, അതുകൊണ്ട് ആ സമയത്ത് ഓണമൊക്കെ അവിടെയായിരുന്നു ആഘോഷിച്ചത്. അപ്പം ഫുൾ യൂണിറ്റിന് അങ്കിളും ആൻറ്റിയും മുനിഷയൊക്കെ ചേർന്ന് ഓണസദ്യ. ഞങ്ങൾ 5 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, 5 ഫിലിംസ്. നക്ഷത്രങ്ങൾ, കനകാംബരങ്ങൾ, ഋതുഭേദം, കമലദളം, പിന്നെ ചെമ്പക്കുളം തച്ചനായിരുന്നു. പക്ഷെ അതിൽ കോമ്പിനേഷനിലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ഒരു പൊട്ടിച്ചിരികളുടെ ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് മുഴുവൻ. കാരണം രണ്ടുപേരും കുസൃതികളാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് കുതിരോട്ടം പപ്പുവിൻ്റെ ഒരു സീനിൽ നക്ഷത്രങ്ങളിൽ. അപ്പോൾ ഇവര് പപ്പു വരുന്ന കൊടുക്ക് ഇവർ ചിരിയോടും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ മോനിഷ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാനേജ് ചെയ്തിട്ട് വളരെ സീരിയസ് ആയി നിന്നിട്ട് ഡയലോഗ് പറഞ്ഞു. അത് കഴിഞ്ഞ് വിനീത് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ചിരിപ്പിച്ചു. അപ്പൊ ഹരിഹരൻ സാറിന് പിന്നെ ഒന്ന് പാക്കപ്പ് പറഞ്ഞു. എടുക്കാൻ പറ്റുന്നില്ല, വളരെയധികം ശ്രമിച്ചു നോക്കി ഹരിഹരൻ സാർ, പറ്റില്ല. പറഞ്ഞ ശരി. പിന്നെ അതുപോലെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് വളരെ റോ ആയിരുന്നു, ഒരു സീരിയസ് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഈവൻ റൊമാൻറ്റിക് സീൻസ്, ആ പടത്തിലെ റൊമാൻറ്റിക് സീൻസ് ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ചിരിയാണ്. അതുകൊണ്ട് ഒരു സീനോ സോങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വീട്ടിൽ അങ്ങനെ ഉണ്ട് ബ്രസീല, രണ്ടുപേരും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ബ്രസീലിയം ഒരുപാട് ചിരിക്കുന്ന കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് വീട്ടിലുണ്ടായിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിരിച്ചിട്ട് പാക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ചിലപ്പോ മനോജ് ആക്ച്വലി പരിപാടിയിൽ പങ്കെടുക്കാൻ വരാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ ഷൂട്ടിങ്ങിന്റെ എന്തോ ഒരു ഷെഡ്യൂൾ പ്രശ്നങ്ങൾ വന്ന കാരണം മനോജ് വരാതിരുന്നതാണ്. എപ്പോഴും പറയും, മനോജും പറയും ഇങ്ങനെ, വിനീതുമായിട്ട് ചിരി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പിന്നെ അമേരിക്കയിലെ പ്രോഗ്രാമിന് പോയിട്ട് നദിയ മൈദു റഹ്മാൻ എല്ലാവരും കൂടി ദുബായിൽ പ്രോഗ്രാമിന് പോയിട്ട്, അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊക്കെ ഒരു ശബ്ദം കേട്ടിട്ട് മനുഷ്യ ഒന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഭയങ്കര കൂക്കം വിളി കിടക്കും. ഫുൾ വിനീതിന്റെ തല മുഴുവനും കളർ ചെയ്ത് വെച്ചിരിക്കുന്നു അന്ന് വിനീത്. റഹ്മാൻ കംപ്ലീറ്റ് കളർ ചെയ്ത് വെച്ചിട്ട് നമ്മളെ വിളിക്കുക. മനുഷ്യ വാല് തുറന്ന ഉടനെ ഭയങ്കര ഒരു കൂക്ക്, ആളെ മനസ്സിലായില്ല, ഫുൾ കളർ തല മുഴുവൻ. അങ്ങനെ കുറെ കുസൃതിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തതിൽ കമലദളായിരുന്നു. ഐ മീൻ കുറച്ചും കൂടി സീരിയസ് ആക്ടിങ്ങും കുറച്ചും കൂടി പ്രൊഫഷണൽ ആക്ടിങ്ങിനെ പറ്റിയൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയ പ്രായത്തിൽ പിന്നെ ക്ലാസിക്കൽ ഡാൻസ് രണ്ടുപേരും ഡാൻസിന്റെ വലിയ ആളുകളല്ലേ. ഇപ്പൊ ചേച്ചി എന്താണ് ഇപ്പോഴത്തെ മനുഷ്യ ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് എനിക്ക്, ഡാൻസ് ആൻഡ് മ്യൂസിക്.
അപ്പോൾ ആ സ്കൂളിൻ്റെ കുറേ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, മോഹിനിയാട്ടം, ഭരതനാട്യം, ഇനിയിപ്പോൾ കുച്ചിപ്പുടി തുടങ്ങണം, അങ്ങനെയെല്ലാം പിന്നെ കളരിപ്പയറ്റും തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഇപ്പോൾ വിനീതൊക്കെ വന്ന് ഡാൻസ് പെർഫോമൻസ് തരാറുണ്ട് ആ സ്കൂളിന് വേണ്ടിയിട്ട്. പെർഫോമൻസ് അവരുടെ ഗ്രൂപ്പും ചെയ്യാറുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് മോഹിനിയാട്ടം ബാലേസ് കൊറിയോഗ്രാഫ്ഡ് ആൻഡ് പ്രസന്റഡ് ബൈ ഹർ ആൻറ്റി. അപ്പോൾ എപ്പോഴും പിന്നെ വിനീതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. വിനീത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പറാണ്. അപ്പോൾ വിനീതിൻ്റെ കല്യാണത്തിനായാലും നിശ്ചയത്തിനായാലും എല്ലാത്തിനും ഫുൾ ടൈം ഞങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കും. അതായത് എൻ്റെ വേറൊരു മകൻ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ആദ്യം മുതൽക്ക് വിനീതിനായാലും ഞങ്ങളങ്ങോട്ട് മനസ്സിലേക്ക് എടുത്തിരിക്കുക. കാരണം അത്ര കുട്ടിയാകുമ്പോഴുള്ള പരിചയമല്ലേ. അപ്പം ഇനി ഇവർ എത്ര വയസ്സായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വിനീതിനൊരു അച്ഛനമ്മമാരോടുള്ള ഒരു അതേ സ്നേഹമാണ് ഞങ്ങൾ രണ്ടാളോടും. പിന്നെ മോനിഷയുടെ ചേട്ടൻ സജിത്ത് ആണെങ്കിലും ഒരു ശരിക്കൊരു ജ്യേഷ്ഠൻ്റെ മാതിരി എന്തൊക്കെയാണ് ഇവരൊക്കെ. അങ്ങനെ ഒരു പൂർവ്വജന്മ ബന്ധം. അപ്പോൾ പ്രസില്ല വന്നതോടുകൂടി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. കാരണം അത് വളരെ ഭംഗിയായിട്ടൊരു കുട്ടീനെ കിട്ടി, അതേമാതിരി യോജിച്ചൊരു കുട്ടീനെ ഞങ്ങൾക്ക്. ഇവിടെ എത്തേണ്ടിയിരുന്ന മറ്റൊരു വ്യക്തി വിനീത് ആദ്യം അമ്മ എന്ന് വിളിച്ചത് ആരെയാണോ ആ അമ്മ ഇന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വിനീതിൻ്റെ ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മളോടിപ്പോൾ ഈ വേദിയിൽ ഈ അവസരത്തിൽ വിനീതിൻ്റെ അമ്മ നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഒരു താളബോധം ഉണ്ടായിരുന്നു ശരിക്കും. റേഡിയോയിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ താളം പിടിക്കുന്നത് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു എന്ന് മാത്രം. പാട്ട് വെച്ചപ്പോൾ അങ്ങ് കളിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. ഇവൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ പത്മിനി അവരുണ്ടായിരുന്നു ഇവിടെ. അവർ പറഞ്ഞു ഇവനെ വെറുതെ വിടാൻ പാടില്ല, പഠിപ്പിക്കണം, ഡാൻസ് പഠിപ്പിക്കണം ഒക്കെ പറഞ്ഞ് ഞങ്ങളതിനൊക്കെ സമ്മതിച്ച് നാട്ടിൽ വന്ന് അപ്പം തന്നെ ഞാൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ അടുത്ത് കൊണ്ടുപോയി ദക്ഷിണ വെച്ച് തുടങ്ങി. പ്രൈമറി ക്ലാസ് മുഴുവൻ അവന് ഊട്ടിയിലുണ്ടായിരുന്നു. ഊട്ടിയിൽ നിന്ന് അവന് ശരിക്കും അവൻ്റെ ടാലൻ്റൊക്കെ മനസ്സിലാക്കി നല്ലോണം അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ അവനെ എൻകറേജ് ചെയ്യും. അങ്ങനെ എല്ലാ കൊല്ലം അവൻ്റെ പെർഫോമൻസ് ഉണ്ടാവും അവിടെ സ്കൂൾസിൽ. അതൊക്കെ കഴിഞ്ഞ് അവൻ പഠിച്ചത് അവിടെ ഗുഡ് ഷെപ്പേഴ്സിലായിരുന്നു. നല്ല ട്രെയിനിങ് കിട്ടിയ സ്കൂളാണത്. അവൻ്റെ ക്യാരക്ടറിനും ഒക്കെ ട്രെയിനിങ് കിട്ടിയൊരു സ്കൂളായിരുന്നു. നാട്ടിൽ സെൻറ്റ് ജോസഫ്സ് ചേർത്തു. അന്ന് മുതൽ ഇവന് യൂത്ത് ഫെസ്റ്റിവലിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിലൂടെ കലാതിലൊക്കെ പാടി. സ്കൂളിൽ പഠിപ്പിൻ്റെ കാര്യം പഠിപ്പാൻ ജസ്റ്റ് എബവ് ആവറേജ് കുട്ടിയാണ്. നല്ല മാർക്സൊക്കെ വാങ്ങും. ഒരു വേണ്ടാത്ത കൂട്ടുകെട്ടൊന്നുള്ള കുട്ടിയായിരുന്നില്ല. അമ്മയ്ക്കൊക്കെ നല്ല അഭിപ്രായമാണ് അല്ലേ? അമ്മ പേര് ശാന്തമ്മ. ശരി, ശാന്തം, വളരെ ശാന്തം.